السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل على محمد وعلى آل محمد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله وعليه توكلت وإليه أنيب. اللهم يا الله اللهم إنا نسألك بأنك لك الحمد لا إله إلا أنت يا حي يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. اللهم إنا نسألك بوجهك الكريم علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك بأسمائك الحسنى وصفاتك الأولى كلها ما علمنا منها وما لم نعلم أن تغفر لنا وترحمنا والنجاة من النار. ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം, നമ്മൾ സാധാരണ സംസാരിച്ച് വരാറുള്ള ജിന്ന്, സിഹിർ, റൊക്കിയ എന്നീ വിഷയങ്ങൾ, എന്നിത്യാദി വിഷയങ്ങൾ മാഷാഅല്ലാഹ് കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുകയും സ്വീകരിക്കുകയും നമ്മൾ സംസാരിച്ചത് പ്രമാണബദ്ധമാണെന്ന് അറിഞ്ഞ നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മുടെ അടുപ്പും ദീനിൻ്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെല്ലാം നമ്മളോട് ആവശ്യപ്പെടുകയും മാത്രമല്ല എനിക്ക് തന്നെ തോന്നുകയും ചെയ്ത ചില സംഗതികളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സലഫിയത്തിൻ്റെ ഇൽമ് അതിൻ്റെ ഉസൂലുകളിൽ തന്നെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അത് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദീന് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് ജനങ്ങളുടെ മുമ്പിൽ സലഫിയത്തിൻ്റെ ഇൽമുകൾ കറകളഞ്ഞ ഇൽമുകൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന ചെറിയ ഒരു എളിമയായ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗത്ത് നിന്ന് ദീന് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കണം. മുമ്പ് നമ്മൾ ഇൽമു ശർഇയ എന്ന തലക്കെട്ടോട് കൂടിയിട്ട് 8 മണിക്കൂറോളം സംസാരിച്ച് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു. അത് കേട്ടവരെല്ലാം ഒരു വ്യക്തമായ ധാരണ അവർക്ക് കിട്ടിയെന്ന് നമ്മൾ അറിയിച്ചു. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഫിത്രത്ത് എന്താണ്? ഫിത്രത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ സംസാരിച്ചതുമാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമേ പറയുകയാണ്, ദീനിൻ്റെ ഇൽമാണ്. ഈ വിഷയത്തിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിച്ചാൽ അത് ഗുണകാംക്ഷയോട് കൂടിയിട്ട് എന്നെ ഉണർത്തുക, പ്രമാണബദ്ധമായി എന്നോട് അറിയിക്കണം. അതിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ് എന്ന് ആദ്യമായി അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഫിത്രത്ത് എന്താണ്? ഫിത്രത്ത് മലയാളത്തിൽ പറഞ്ഞാൽ ജന്മസിദ്ധമായ അല്ലെങ്കിൽ ശുദ്ധ പ്രകൃതി എന്നാണ്. അതിന് എന്താണത്? അതുകൊണ്ട് ശർഈയായിട്ടുള്ള എന്താണത്? റസൂൽ പഠിപ്പിച്ചത്, അതിൻ്റെ അർത്ഥം എന്താണ്? അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ ഹദീസുകൾ നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഇൻഷാ അല്ലാഹ് ഇതിനെ മനസ്സിലാവും. ഒന്ന് സൂറ അൽ ബഖറയിലെ ആയത്ത് 27 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു പറയുന്നു, الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. الذين ينقضون عهد الله من بعد ميثاقه, those who break Allah's covenant, അള്ളാഹുവിൻ്റെ കരാർ ലംഘിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ഇതിനെ മുറിച്ചു കളയുകയും, അതായത് കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാരിൽപ്പെട്ടവരാണ്. അള്ളാഹുവുമായിട്ടുള്ള കരാറ് ലംഘിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും. ഇവിടെ ഒരു കരാറിനെ കുറിച്ച്, അള്ളാഹുമായിട്ടുള്ള ഒരു കരാറിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു തഫ്സീർ, കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടാറുള്ള ആളുകൾ എഴുതിയ തഫ്സീറിൽ അതിൻ്റെ അർത്ഥം ശരിയല്ല കൊടുത്തത്. ഞാൻ അവരെ ടാർഗറ്റ് ചെയ്തിട്ടല്ല ഈ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സംസാരിക്കുന്നത്. പക്ഷെ സാന്ദർഭികമായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.
അള്ളാഹുവിന്റെ ഉത്തരവ് അവന് ശക്തിയുക്തം നൽകിയതിന് ശേഷം എന്നാണ് അവർ കൊടുത്തത്. ശരിയല്ല, അള്ളാഹുമായിട്ടുള്ള കരാറ് എന്നതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയാണ് അതിന് പരിഭാഷപ്പെടുത്തിയിരുന്നത്. നിങ്ങൾ മുമ്പിൽ കാണുന്നത് യൂട്യൂബിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ഇതിൽ കൊടുത്തിട്ടില്ല. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഈ പ്രമാണങ്ങൾ വായിച്ച് കേൾക്കുന്നതിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂട്യൂബിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അള്ളാഹുമായിട്ട് ഉള്ള കരാർ. അപ്പോൾ കരാർ തന്നെയാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ മറ്റു പരിഭാഷകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പിൽ കാണുന്ന മറ്റൊരു പരിഭാഷയാണ് അതിനെന്താ കരാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഷെയ്ഖ് മുനജീദിന്റെ സൈറ്റിൽ ഈ വിഷയം ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത് കരാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കരാർ എന്നത് തന്നെയാണ്, അല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന ശക്തിയുക്തം നൽകി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറെ കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആയിട്ടുള്ള കരാറ് ലംഘിച്ചത് അതിനെതിരെ പ്രവർത്തിക്കുക എന്നല്ല. അപ്പൊ ഇവിടെ ഒരു കരാറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മറ്റൊരു ആയത്തില് സൂറത്ത് 91 7 മുതൽ 10 വരെ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. വനഫ്സിൻ വമാ സവ്വാഹ. വനഫ്സിൻ എന്ന് പറഞ്ഞാൽ നഫ്സ് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ പല പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് ഉപയോഗിച്ചത് റൂഹ് എന്നാണ്, ആത്മാവ് എന്ന അർത്ഥത്തിലാണ്. വനഫ്സിൻ വമാ സവ്വാഹ. റൂഹിനെയും അതിന്റെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം എന്നതാണ്. അതിൽ നമ്മുടെ പരിഭാഷകളിൽ മനുഷ്യ അസ്തിത്വം എന്നൊക്കെ പറഞ്ഞ് കുറെ എന്തോ കൊടുത്തിട്ടുണ്ട്. അത് റൂഹ് എന്ന് തന്നെയാണ് പരിഭാഷകളിലൊക്കെ മറ്റു പരിഭാഷകളെല്ലാം കാണുന്നത്. നിങ്ങൾ മുമ്പിൽ കാണുന്ന ഇംഗ്ലീഷ് പരിഭാഷകളിലെല്ലാം റൂഹ് എന്ന് തന്നെ സോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വനഫ്സി വമാ സവ്വാഹ, അതിനെ തൊട്ട് അള്ളാഹു റൂഹിനെ സംവിധാനിച്ച രീതിയെയും അതിനെയും തൊട്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്. എന്നിട്ട് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും സംബന്ധിച്ച് അവൻ ബോധം നൽകുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഈ റൂഹിനെ പരിശുദ്ധമാക്കിയവൻ വിജയം കൈവരിച്ചു, അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ആയത്തിനെയാണ് ഈ ഫിത്രത്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ആയത്തിനെ പണ്ഡിതന്മാർ അവലംബിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വാട്ട് ഈസ് ഫിത്ര, എന്താണ് ഫിത്രത്ത് എന്ന് ശരിക്ക് സുബ്ഹാനല്ലാഹ് സൂറത്ത് റൂമിൽ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു. ഫഅഖിം വജ്ഹക ലില്ലദീന ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലദീ ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിമ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ആകയാൽ നേരെ നിലകൊള്ളുന്നവനായിക്കൊണ്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. വജ്ഹക ലില്ലദീന ഹനീഫ, നിഷ്കളങ്കനായിക്കൊണ്ട് ഋജുമനസ്കനായിക്കൊണ്ട് നീ ദീനിലേക്ക് തിരിഞ്ഞുക. ഫിത്രത്ത് അല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ, അതാണ് ഫിത്രത്ത്. ഏതാണ്? മനുഷ്യനെ ഏതൊരു പ്രകൃതി സൃഷ്ടിച്ചിട്ടുണ്ടോ ആ പ്രകൃതി അത് ആണ് ശുദ്ധ പ്രകൃതി. ഫിത്രത്ത് എന്ന് പറയുന്ന അതിന്റെ പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പദം ഇതാണ്, ഫിത്രത്ത് എന്നാണ്. ഫിത്രത്ത് അല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ, അതിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ മാറ്റാൻ ആരുമില്ല. ദാലിക ദീനുൽ ഖയ്യിമ, അതാണ് യഥാർത്ഥ മതം, വക്രതയില്ലാത്ത മതം അതാകുന്നു. മറ്റൊരായത്ത് സൂറത്ത് 98 5 വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഊതുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഇതിന്റെ അർത്ഥം നമ്മുടെ പരിഭാഷയിൽ കൊടുത്തിട്ടുണ്ട്, തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതായാലും കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം ആക്കിക്കൊണ്ടൊന്നും ആയത്തൊന്നും കിട്ടൂല. വമാ ഉമിറു, അള്ളാഹു കൽപ്പിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹിനെ ആരാധിക്കുവാൻ വേണ്ടി, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, മുഖ്ലിസീന ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി നിഷ്കളങ്കമായി, ലഹുദ്ദീന ഹുനഫാഅ ഋജുമനസ്കരായിക്കൊണ്ട്, വയുഖീമുസ്സലാത്ത നമസ്കാരം നിലനിർത്തുവാനും, വയൂത്തു സകാത്ത് കൊടുക്കുവാനും, ദാലിക ദീനുൽ ഖയ്യിമ, അതാണ് യഥാർത്ഥ മതം. അവ കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രം ആക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും, ശരി കിടക്കട്ടെ, അങ്ങനെ തന്നെ. അപ്പം ഏതായിരുന്നാലും ഇവിടെയൊക്കെ ഈ മനുഷ്യന്റെ ജന്മ പ്രകൃതി, ആ ശുദ്ധ പ്രകൃതിയെ കുറിച്ചാണ് ഇവിടെ ഈ ആയത്തുകളെല്ലാം പറയുന്നത്. മറ്റ് സൂറത്ത് അൻആമിലെ 161 പറയുന്നുണ്ട്, കുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമം മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ കുൽ ഇന്ന സ്വലാത്തി വനസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഈ ആയത്തിൽ ഇവിടെയും തന്നെ നമ്മുടെ പരിഭാഷയിൽ ചെറിയ
ചെറിയതല്ല, നല്ലൊരു അബദ്ധം, കാര്യമായ അബദ്ധമുണ്ട്. 161 പറയുന്നത് കുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, പറയുക തീർച്ചയായും എൻ്റെ രക്ഷിതാവ്. ഇവിടെ രക്ഷിതാവ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. രക്ഷിതാവ് അള്ളാഹു പറഞ്ഞ പേരെ വിളിക്കാവൂ. അള്ളാഹു റബ്ബ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് അള്ളാഹു റസൂൽ പഠിപ്പിച്ച പേരാ ഉപയോഗിക്കുന്നത്. തീർച്ചയായും എൻ്റെ റബ്ബ് എന്നെ നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു, വക്രതയില്ലാത്ത മതത്തിലേക്ക്, നേർമാർഗത്തിൽ നിലകൊണ്ട ഇബ്രാഹിമിന്റെ ആദർശത്തിലേക്ക്. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല. 162 പറയുന്നു കുൽ ഇന്ന സ്വലാത്തി, പറയുക ഇന്ന സ്വലാത്തി എൻ്റെ നമസ്കാരം, വനുസുക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ബലികർമ്മം എന്നാണ്. അതിന് എൻ്റെ ആരാധനാകർമ്മം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശരിയല്ല, ബലികർമ്മം തന്നെ കൊടുക്കുക. എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. കുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെയൊക്കെ പറയുന്നത് മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പന, ഒരു കരാറുണ്ട്. ആ കരാർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ശുദ്ധ പ്രകൃതി ഉള്ളത്. ഈ ഫിത്രത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്ലെയിനായിട്ട് പറഞ്ഞാൽ ഹക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പാകപ്പെട്ട ഒരു മനസ്സ്, കളങ്കം വന്നിട്ടില്ലാത്ത, മറ്റു കുഫറോ ഷിർക്കോ മറ്റോ അതിൽ കറ പുരണ്ടിട്ടില്ലാത്ത ശുദ്ധ പ്രകൃതിയിലുള്ള ഹക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പാകപ്പെട്ട, അതിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട ആ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ച അതേ രീതിയിലുള്ള അതേ അവസ്ഥയിലുള്ള ആ ശുദ്ധ പ്രകൃതിക്കാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. ആ ഫിത്രത്തിനെ കുറിച്ചാണ് ഈ ആയത്തുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. ആ ഫിത്രത്ത് അള്ളാഹുമായിട്ടുള്ള ഒരു കരാറുണ്ട്. ആ കരാറുള്ളത് കൊണ്ടാണ് എല്ലാ മനുഷ്യനും ആ ഫിത്രത്തുണ്ട്. ആ ഫിത്രത്ത് അവൻ പിന്നീട് എന്ത് ചെയ്യും? അവന്റെ മാതാപിതാക്കളും അവന്റെ സമൂഹവും അവന്റെ സാഹചര്യവും അവന്റെ ദേഹേച്ഛയും കൂടി അവർ എന്ത് ചെയ്യും? അതുപോലെ ശൈത്താന്മാരും ഇവരെ എന്ത് ചെയ്യും? ഈ ഫിത്രത്തിനെ മുകളിൽ കൊണ്ടുവന്ന് കുഫറുകളും ഷിർക്കുകളും ഇസ്ലാമിന്റെ ഹക്കിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അവന്റെ വിശ്വാസത്തിലും അവന്റെ കർമ്മത്തിലും കൊണ്ടുവന്ന് അട്ടിയായി വെച്ച് ഇവന്റെ ഫിത്രത്തിനെ മറച്ചു കളയുന്നത് കൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഉപയോഗിച്ച പദം അൽ കാഫിർ, കഫറ മറച്ചു വെച്ചു, അൽ കാഫിർ മറച്ചു വെക്കുന്നവൻ. ഈ ഫിത്രത്തിൽ അള്ളാഹുമായിട്ടുള്ള ഈ കരാറും ആ കരാറിന്റെ നിമിത്തമായിട്ടുള്ള അവന്റെ ആ ശുദ്ധ പ്രകൃതിയെയും മറച്ചു വെക്കുന്നത് കൊണ്ടാണ് അള്ളാഹു കാഫിർ എന്ന് വിശദീകരിച്ചത്. നമ്മുടെ നാട്ടിലെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ആളുകൾക്ക് കാഫിർ എന്ന് വളരെ വളരെ ജാള്യതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കും. അത് കാഫിർ എന്ന് വിളിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേടി വിചാരിക്കേണ്ട. ഈ ഫിത്രത്ത് മനുഷ്യൻ അവന്റെ ഫിത്രത്തിലാണ് അവനെ സൃഷ്ടിച്ചത്. അതിന്റെ പിന്നിൽ ഒരു കരാറുണ്ട് അള്ളാഹുമായിട്ടുള്ള. ആ കരാറിനെ നിങ്ങൾ മറന്നു കളയുകയും അതിന്റെ മുകളിൽ നിങ്ങൾ കുഫർ, ഷിർക്കും അതുപോലുള്ള സത്യത്തിന്റെ എതിരായിട്ടുള്ള കാര്യങ്ങൾ അട്ടിയായി വെക്കുകയും വെച്ച് ആ ഫിത്രത്തിനെ നിങ്ങൾ മറച്ചു കളയുന്നത് കൊണ്ടാണ് നിങ്ങൾ മറക്കുന്നവർ, അതുപോലെ കാഫിറുകൾ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് വിശദീകരിച്ചു കൊടുക്കാം. മാത്രമല്ല സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, എവരി ചൈൽഡ് ഈസ് ബോൺ വിത്ത് എ ട്രൂ ഫെയ്ത്ത് ദാറ്റ് അള്ളാഹിനെ മാത്രം വർഷിപ്പ് നൺ ബട്ട് അള്ളാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് എല്ലാ കുട്ടിയും ജനിക്കുന്നത്. അബവാഹു യുഹവ്വിദാനി വയുനസ്സിറാനി ഔ യുമജ്ജിസാനി, അവന്റെ മാതാപിതാക്കൾ അവന്റെ പാരന്റ്സ് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അവനെ യഹൂദനോ നസ്രാണിയോ മജൂസിയോ ആക്കുന്നത്. ഏതുപോലെ ഒരു ശുദ്ധ പ്രകൃതി, ഒരു മൃഗം, ഒരു അംഗവൈകല്യമുള്ളൊരു മൃഗം, പക്ഷെ ഇത് പ്രസവിക്കുമ്പോൾ അതിന്റെ കുട്ടിക്ക് അംഗവൈകല്യമില്ലാതെ ഒരു പൂർണ്ണ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് സൃഷ്ടിക്കുന്നുണ്ടല്ലോ എന്ന എക്സാമ്പിളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അതുപോലെ ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ട് അങ്ങനെ മാതാപിതാക്കൾക്കുള്ള അല്ലെങ്കിൽ ആ മൃഗങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള എന്താ പറയാ അംഗവൈകല്യം കുട്ടിക്കില്ലാത്ത രീതിയിൽ ശുദ്ധ കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിക്കോട്ടെ, ഒരു കുറവുമില്ലാതെ ഒരു ഹാൻഡിക്യാപ്നെസ്സും ഇല്ലാതെ ആ കുട്ടിയെ പ്രസവിക്കുന്നത് പോലെ എന്നാണ് റസൂൽ ഈ ഹദീസിൽ പറയുന്നത്. എന്നിട്ട് ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓതുന്ന ആയത്ത് നമ്മൾ നേരത്തെ ഓതിയ ആയത്ത്, ഫിത്രത്തുല്ലാഹില്ലതി ഫതറനാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം എന്ന ആയത്ത് സൂറത്ത് റൂമിലെ 30-ാമത്തെ ആയത്ത്. മറ്റൊരു ഹദീസ് ഈ വിഷയത്തിൽ സമാനമായി വന്നിട്ടുള്ള സുബ്ഹാനല്ലാഹ് ഒരു സഹിയായി വന്നിട്ടുള്ള ഹദീസാണ്.
കുല്ലു മൗലൂദിൻ യൂലിദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും അവന്റെ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. ഹത്ത ഏതുവരെ? യഅറബു അൻഹു ലിസാനഹു, അവന്റെ നാവ് സംസാരിച്ചു തുടങ്ങുന്നത് വരെ അവൻ ഫിത്രത്തിലാണ്. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനോ ക്രിസ്ത്യാനി നസ്രാനിയാക്കുന്നത്. ഒരു സഹയായി വന്നിട്ടുള്ള ഹദീസാണ്. സമാനമായ ഒരു ഹദീസ് ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിഹത്ത് പരിശോധിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, സുബ്ഹാനല്ലാഹ്. പക്ഷേ സമാനമായിട്ടുള്ള ഹദീസാണ്. കുല്ലു മൗലൂദിൻ യൂലിദു അലൽ ഫിത്ര ഹത്താ യഅറബു അൻഹു ലിസാനുഹു, ഓരോ കുട്ടിയും അവന്റെ ഫിത്രത്തിലാണ് ജനിക്കുന്നത് ഇതുവരെ, അവന്റെ നാവ് സംസാരിക്കുന്നത് വരെ. സംസാരിച്ചു കഴിഞ്ഞാലോ, അവൻ സംസാരിച്ചു തുടങ്ങിയാൽ ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. സുബ്ഹാനല്ലാഹ്, നോക്കുക അതിന്റെ അർത്ഥം. സംസാരിച്ചു തുടങ്ങിയാൽ ഇമ്മാ ഷാക്കിറൻ, ഒന്നുകിൽ അവൻ എന്ത് ചെയ്യും, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവൻ, വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ അവൻ കാഫിറായി കൊണ്ട് സംസാരിക്കും. അവന്റെ മാതാപിതാക്കൾ അവനെ സംസാരിക്കുക. നമ്മളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, എന്താ ചെറുപ്പത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് സംസാരിക്കും അല്ലേ? അപ്പൊ നമ്മൾ അവൻ എന്ത് ചെയ്തു, അവർ സംസാരിച്ചു വരുന്നതോടുകൂടി സുബ്ഹാനല്ലാഹ് അവൻ ഇമ്മാ ഷാക്കിറൻ, അവൻ തിരിച്ച് സംസാരിച്ചാൽ ഇമ്മാ കഫൂറ. ഇതാണ് ഫിത്രത്ത്. ഇനി ഇതുമായിട്ട് സമാനമായിട്ടുള്ള മറ്റൊരു ഹദീസ്, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ കുല്ലഹും, ഞാൻ എൻ്റെ അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ളത് കുല്ലഹും എല്ലാവരെയും ഹുനഫാകളെ, ഋജുമനസ്കരായിട്ട് നിഷ്കളങ്കമായിട്ടുള്ള എന്താ പറയാ ഫിത്രത്തിൽ ഇസ്ലാമോട് കൂടി സൃഷ്ടിച്ചതാണ്. പിന്നെ ശൈത്താൻ അവന്റെ അടുത്ത് വന്നിട്ട് അവനെ ഫസാദാക്കി, അവനെ ഞാൻ ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ വേണ്ടി പിശാച് അവന്റെ ദീനിനെ വൃത്തികേടാക്കി. സുബ്ഹാനല്ലാഹ്, ഈ ഫിത്രത്ത് നോക്കണം, എല്ലാ മനുഷ്യനും ഉള്ളതാണ്. എല്ലാ ആദം സന്തതികളിൽപ്പെട്ടുള്ള എല്ലാ മനുഷ്യനും ഉള്ളതാണ് ഈ ഫിത്രത്ത്. ഈ ഫിത്രത്തിനെ കുറിച്ച് ഒക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം ലോകത്ത് ഗാലുപ്പ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് സർവേ സൊസൈറ്റി ഉണ്ട്, ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്, ഗാലുപ്പ് ഇന്റർനാഷണൽ. അവരോട് അടുത്ത് ഒരു സർവേ നടത്തി 60ഓളം രാഷ്ട്രങ്ങളിൽ അവർ നടത്തിയൊരു സർവേയിൽ മതവിശ്വാസികൾ ആർക്കെല്ലാം ദൈവബോധമുണ്ട്, ദൈവം എന്നത് അവരുടെ ഭാഷയിൽ ഞാൻ പറയാട്ടോ, അള്ളാഹു അതായത് ആർക്കെല്ലാം ഒരു സുപ്രീം ഹൈ, ഒരു പവർഫുൾ, ഒരു എന്താ പറയാ ഒരു സൂപ്പർ നാച്ചുറൽ ഒരാൾ ഇതിനെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സുപ്രീം ഹൈ എന്നതിനെ കുറിച്ച് ആർക്കെല്ലാം ഒരു ബോധമുണ്ട് എന്നുള്ളത്, എത്ര ആളുകൾ മതവിശ്വാസികളാണ് എന്നുള്ള ഒരു പഠനം നടത്തി. സുബ്ഹാനല്ലാഹ്, റിസൾട്ട് വന്നെന്താ നിങ്ങൾ, 2/3 of the responded that God was very important in their personal life. അതിന് മൂന്നിൽ രണ്ടും ആളുകൾ, ദാറ്റ് മീൻസ് 67% കൂടുതൽ ആളുകൾ അവർക്ക് ഒരു ഇലാഹ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഇലാഹ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 87% ആളുകളും ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളുകളാണ്. കാരണം എന്താണ്, ഈ മനുഷ്യന്റെ ഈ ഫിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ അവന് പ്രാർത്ഥിക്കുവാനും അവന് സഹായം ചോദിക്കുവാനും അവന് ആരാധിക്കുവാനും അവന് സഹായം ചോദിക്കുവാനും അവന് അർപ്പിക്കുവാനും അവന് തവക്കലാക്കുവാനും അവന് പ്രതീക്ഷിക്കുവാനും അവന്റെ സങ്കടങ്ങൾ അർപ്പിക്കുവാനും അവന് അത് എവിടെയെങ്കിലും ഒന്ന് കൊളത്തണം, ആരെങ്കിലും ഒന്ന് കാണണം. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അത് അവരുടെ ഈ ഫിത്രത്തുള്ളത് കൊണ്ടാണ് അവരെന്ത് തെരയുന്നത്. പക്ഷെ അത് അള്ളാഹുലേക്കാണ് അവരുടെ ഹൃദയം ബന്ധിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇമ്മാ ഷാക്കിറൻ, അവര് നന്ദിയുള്ളവരാകുന്നു, അവർ ഹക്കിലാണ്, ഫിത്രത്തിൽ ഇസ്ലാം നിലനിർത്തിയവരാണ്. അതല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റാരിലേക്കും, അത് മലക്കുകളാട്ടെ, ജിന്നുകളാട്ടെ, മനുഷ്യന്മാരാട്ടെ, ആൾ ദൈവങ്ങളാട്ടെ, മരിച്ചുപോയ അമ്പിയാ മുർസലീങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അള്ളാഹു അല്ലാതെ മറ്റാരാവട്ടെ, അത് ഇമ്മാ കഫൂറ, അവരെന്ത് ചെയ്യുന്നു, അത് കാഫിറുണ്ട്. അപ്പം ഈ എവിടെയെങ്കിലും എന്താ പറയാ ഒരു സുപ്രീം ഹൈ ഒരാളെ ആരാധിക്കുക എന്നുള്ളത് അത് അവന്റെ ജന്മ ഇതിലുള്ളതാണ്, അവരുടെ ഫിത്രത്തിൽപ്പെട്ടതാണ്. ആ ഫിത്രത്ത് പറയാൻ നമ്മൾ ഒന്നുകൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ പെറ്റ് അനിമൽസിനുണ്ടല്ലോ, എന്താ പറയാ, വീട്ടിൽ വളർത്തുന്ന ജീവികള്, നായ, പൂച്ച പോലെയുള്ള അതിനൊക്കെ വളർത്തുന്നപ്പോൾ നമുക്കറിയാം ഈ വെസ്റ്റേൺ സ്റ്റൈലൊക്കെയാണ്. ഒരു പട്ടിയെ എപ്പോഴും കൊണ്ടുനടക്കുക, ഒരു പട്ടി ഇങ്ങനെ താലോലിച്ച് കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പട്ടിയെ സ്നേഹിച്ചുകൊണ്ട് അതിനെപ്പോഴും ഭക്ഷണം കൊടുത്ത് അതിനെ താലോലിച്ചുകൊണ്ട് അതിനെ ഉമ്മ വെച്ചുകൊണ്ട് നടക്കുന്നിടത്തെല്ലാം ഏറ്റിക്കൊണ്ട് ബെഡ്റൂമിലും കിടക്കുന്നിടത്തും എല്ലായിടത്തും ഉണ്ടാവും. അത് അധികം സ്ത്രീകളിലാണ് കാണുന്നത്. കാരണം എന്താ, സുബ്ഹാനല്ലാഹ്, സ്ത്രീകളിൽ അവരുടെ ഒരു പ്രത്യേകത ഉള്ളതെന്താ, അവർക്ക് പ്രായപൂർത്തിയെത്തി, അവർക്ക് അതിന്റെ സ്ത്രീകളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അവർക്ക് അവരുടെ മാറോട്ട് ചേർത്ത്
സ്നേഹിക്കുക, മാറോടണച്ച് സ്നേഹിക്കുക, മാറോടണച്ച് ഉമ്മ വെക്കുക എന്നുള്ളത് അവരുടെ പ്രകൃതിയിലുള്ളതാണ്. ഇറ്റ് ഈസ് എൻ ഇൻട്രിൻസിക് വാല്യൂ, ഇറ്റ് ഈസ് എൻ ഇൻട്രിൻസിക് ആട്രിബ്യൂട്ട്. അത് അവരുടെ ജന്മ പ്രകൃതിയിലുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഔട്ട്ബേസ്റ്റ് അതിങ്ങനെ പുറന്തള്ളത് എന്നാൽ അവരെന്ത് ചെയ്യും? കല്യാണം കഴിക്കാത്ത സ്ത്രീകളാണ്. കാരണം അവരുടെ കൾച്ചർ അങ്ങനെ ആയിപ്പോയി, കല്യാണം കഴിക്കില്ല, പിന്നെ മോഡേൺ സ്റ്റൈലിൽ ചെയ്യും. പക്ഷെ അവരാ ഈ അവരുടെ ഈ മാറോടണച്ച് സ്നേഹിക്കാനുള്ള അവരുടെ ആ ഔട്ട്ബേസ്റ്റ് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരൊരു പട്ടിയെ അല്ലെങ്കിൽ ഒരു പൂച്ചയെ അല്ലെങ്കിൽ ഒരു പെറ്റ് അനിമൽസിനെ പിന്നെ കൊണ്ടുവരുന്നത്. എന്നതുപോലെ ഈ മനുഷ്യന്റെ ഈ ഫിത്രത്ത്, ഈ ശുദ്ധ പ്രകൃതി ഉള്ളത് കൊണ്ട് അവന് ഒരു ഇലാഹ് ആവശ്യമാണ്. ആ ഇലാഹിൽ അവന് എന്ത് ചെയ്യുന്നു? അവന്റെ കാര്യങ്ങൾ അർപ്പിക്കണം, അവനോട് സങ്കടം പറയണം, അവനോട് തേടണം, അതിനോട് പ്രാർത്ഥിക്കണം, എല്ലാം. അത് അവൻ എന്ത് ചെയ്യും? റഹ്മാനായ റബ്ബിനെ അവൻ സ്വീകരിക്കുന്നതിന് പകരം അവന്റെ മാതാപിതാക്കളോ ശൈത്താന്മാരോ മറ്റു സമൂഹങ്ങളോ അവന്റെ സാഹചര്യമോ സന്ദർഭമോ അവന്റെ ഹവായോ ദേഹച്ചയോ മറ്റെവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചാൽ അവൻ മറ്റേതെങ്കിലും ഇലാഹിനെ സ്വീകരിച്ചു. അപ്പൊ ഈ ഫിത്രത്ത്, മനുഷ്യനുള്ള ഈ ഫിത്രത്തിന് സുബ്ഹാനല്ലാഹ്, ആ ഫിത്രത്തിനെ അനുയോജ്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു. ഇസ്ലാം അത് അതിന്റെ യഥാർത്ഥ മൂല്യത്തോടുകൂടി, യഥാർത്ഥ വാല്യൂയോടുകൂടി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ തന്റെ ഫിത്രത്തിനെ അവൻ പരിപോഷിച്ചു, അതിനെ യഥാർത്ഥ രീതിയിൽ അവൻ മനസ്സിലാക്കി, അതിനെ യഥാർത്ഥ രീതിയിൽ പിന്നെ എന്താ പറയാ വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഫിത്രത്ത് അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് അള്ളാഹുമായിട്ടൊരു കരാറുണ്ട്. പിന്നെ ആ കരാറിനെ കുറിച്ച് റഹ്മാൻ റബ്ബ് അള്ളാഹിന്റെ കിതാബിൽ പറയുന്നുണ്ട്. സൂറത്ത് അറാഫിലെ 172, 173 ആയത്തിൽ ഈ കരാറിനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നു. ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതം വഅശ്ഹദഹും അലാ അൻഫുസിഹിം. തന്റെ റബ്ബ് ആദം സന്തതികളിൽ നിന്ന് തന്റെ റബ്ബ് അല്ല നിന്റെ റബ്ബ്, ഇതിൽ പറഞ്ഞത് ഇത് അഹദ റബ്ബുക. ഓക്കെ, നിന്റെ റബ്ബ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ സാക്ഷിയാക്കി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? റബ്ബ് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? കാലു ബല, അവരെന്ത് പറ? അതെ. ഷഹിദിന, അവർ സാക്ഷ്യം വഹിച്ചു. എന്നിട്ട് എന്തിനാ അങ്ങനെ ചെയ്തത്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്ന അൻ ഹാദാ ഗാഫിലിൻ. യൗമുൽ ഖിയാമത്തിന്റെ ദിവസത്തിൽ, ഖിയാമത്ത് നാളിൽ വെച്ചിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല എന്നവർ പറയാതിരിക്കാൻ വേണ്ടി അടുത്ത ആയത്തിൽ പറയും, ഔ തഖൂലു ഇന്നമാ അശറക ആബാഉനാ മിൻ ഖബൽ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ, ഞങ്ങളുടെ പിതാക്കൾ ശിർക്ക് ചെയ്യുന്നവരായി ഞങ്ങൾ കണ്ടു, അങ്ങനെ ഞങ്ങളും അത് ചെയ്തു. കുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം, ഞങ്ങൾ അതിനുശേഷം വന്നവരല്ലേ. അപ്പൊ തുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, ആ മുബ്തിലീങ്ങളായിട്ടുള്ള ആളുകൾ, ആ വഴിവെച്ച ആളുകൾ പിന്നെ ചെയ്തതിന്റെ ഫലമായി നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് മനുഷ്യന്മാർ അള്ളാഹുവിനോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ ഹുജ്ജത്ത് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഓരോ മനുഷ്യനും അള്ളാഹുമായിട്ടുള്ള ഒരു കരാറ്, ഒരു സാക്ഷ്യം വഹിക്കൽ ഇവിടെ നടന്നിട്ടുണ്ട്. എപ്പോൾ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് അള്ളാഹ് റഹ്മാൻ റബ്ബ് ആദത്തിന്റെ മുതുകളിൽ നിന്ന്, ആദം സന്തതികളുടെ മുതുകളിൽ നിന്ന് എല്ലാ ഖിയാമത്ത് നാൾ വരെ സൃഷ്ടിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു പുറത്തെടുത്തിട്ടുണ്ട്. അവരുടെ റൂഹിനെ അള്ളാഹു പുറത്തെടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബി റബ്ബിക്കും കാലു. അവർ പറഞ്ഞു, എന്ത്? ബല ഷഹിദിന, അവർ സാക്ഷ്യം വഹിച്ചു. ഇതാണ് സൂറത്ത് അറാഫിൽ 172, 173 അള്ളാഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂല് വിവരിക്കുകയാണ്. സുനൻ അബൂദാവൂദിൽ വന്ന ബാബ് ഫി ഖദർ, പിന്നെ വിധിവിലക്കുകളെ ഖദറിനെ കുറിച്ച് ഉള്ള ബാബിൽ വന്ന ഒരു ഹദീസ്, അതില് ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശദീകരിക്കുന്നത്? ഉമർ ഇബ്നു ഖത്താബിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആദമിനെ സൃഷ്ടിച്ച സമയത്ത് ഇന്നല്ലാഹ അസ്സ വജൽ ഖലഖ ആദമിനെ സൃഷ്ടിച്ചു. സുമ്മ മസഹ ലഹുറഹു ബിയമീനി, അള്ളാഹുവിന്റെ വലത്തെ യദ് കൊണ്ട്, അള്ളാഹുവിന് യദുണ്ട്. യദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കൈ എന്ന് അർത്ഥം പറയാം. പക്ഷെ മനുഷ്യന്റെ കൈ പോലെയോ സൃഷ്ടികളുടെ കൈ പോലെയല്ല അള്ളാഹുവിന് യോജിച്ചതുപോലെയുള്ള യദ് ഉണ്ട്. അതുകൊണ്ട് അള്ളാഹു
അള്ളാഹുവിന്റെ വലതെ യദ് കൊണ്ട് തടവി. എന്നിട്ട് ഫസ്തഖറജ മിൻഹു ദുരിയത്തൻ, ആദമിന്റെ സന്തതികളെ മുഴുവൻ പുറത്തെടുത്തു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ഖലഖ്തു ഹഉലാഇ ലിൽ ജന്ന, സ്വർഗത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവര്, അതുകൊണ്ട് ഇവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ അമലുകൾ ചെയ്യും. സുമ്മ മസ്ഹ ലഹ്റഹു, വീണ്ടും പുറത്ത് തടവി, വാരി തടവി എന്നൊക്കെ അതിന് പറയാം. അവിടെ കൈ യമീനി എന്ന് പറയുന്നില്ല കേട്ടോ, അവിടെ വീണ്ടും തടവി എന്നേ പറയുന്നുള്ളൂ. ഫസ്തഖറജ മിൻഹു ദുരിയത്തൻ, ആദം സന്തതികളെ പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു ഖലഖ്തു ഹഉലാഇ ലിന്നാർ, നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, അവര് നരകത്തിന്റെ ആളുകളുടെ പണികൾ ചെയ്യും. അപ്പൊ ഒരാൾ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഫീവൽ അമൽ, പിന്നെ എന്തിനാ നമ്മൾ വർക്ക് ചെയ്യുന്നത്? അള്ളാഹ് ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് നരകത്തിനും സ്വർഗത്തിനും വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ നമ്മൾ വർക്ക് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകൾക്ക് ഖലാ ഖദരി ശരിക്കും മനസ്സിലാവാത്ത ആളുകൾ, അവിടെ എവിടെയാണ് ഖലാ ഖദറിന്റെ വിഷയത്തിൽ എവിടെയാണ് ഒരു മുസ്ലിം നിൽക്കേണ്ടത്, എവിടെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അത് ആ അതിന് വേറെ എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾ, ഈ സംശയം പല ആളുകളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ട് ഇന്നാണ് ആൾക്കാർക്ക് സ്വർഗത്തിൽ ഇന്നതൊരു ഇതിലേക്ക്. ഇത് നമ്മൾ കൂടുതലായിട്ട് ഇൻഷാ അല്ലാഹ് ഖലാ ഖദർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഈ സഹാബിന്റെ ചോദ്യം സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുക എന്താണ്? നരകത്ത് അള്ളാഹു സ്വർഗത്തിന്റെ ആളുകൾ സൃഷ്ടിച്ച് അവര് സ്വർഗത്തിലേക്ക് അടുക്കുന്ന പണികൾ ചെയ്തുകൊണ്ടിരിക്കും. നരകത്തിന്റെ ആളുകൾ നരകത്തിലേക്ക് വേണ്ടി സൃഷ്ടിച്ച ആളുകൾ നരകത്തിന്റെ ആളുകൾ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. നമുക്ക് അള്ളാഹു പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് അവിടെ അള്ളാഹു നമുക്ക് എന്താ എഴുതി വെച്ചത് നമുക്ക് അറിയുന്നില്ലല്ലോ. പക്ഷെ നമുക്കതറിയില്ല. നമ്മൾ നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ നമ്മുടെ മഷിയത്ത് അള്ളാഹുവിന്റെ വിധിക്ക് പുറത്തു പോകില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരികയും സത്യം തെരഞ്ഞെടുക്കുവാനും അത് വ്യവസ്ഥിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് നീങ്ങാനുള്ള ഇത് തന്നതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏൽക്കണം. അള്ളാഹുവിന്റെ അടുത്ത് ഈ വാദം വില പോകുന്നതില്ല. ഈ ഹദീസിനെ ഇങ്ങനെ ഈ ആദം സന്തതികളുടെ ആദമിന്റെ മുതുകിൽ നിന്ന് അള്ളാഹു പുറത്തെടുത്തു എന്ന് പറയുന്ന ഈ ഹദീസിനെ ഇങ്ങനൊരു സംഭവം ഉണ്ടോ, അത് ശരിയാണോ, അങ്ങനെ ഒരു സംഭവം ഉള്ളത് ശരിയാണോ എന്ന് തോന്നിക്കുമാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ തഫ്സീർ അമാനിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇജ്മാഇൽപ്പെട്ടതാണ്. ആ ഇജ്മാഇന് അവലംബമായിട്ടുള്ള ഹദീസാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഹദീസ്. ഈ ഹദീസിനെ ഷെയ്ഖ് അൽബാനി ലഈഫാണെന്ന് ഹുക്മ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്കോളേഴ്സ് എല്ലാം ഇത് സഹിയാണെന്ന് മാത്രമല്ല, ഇത് ഇജ്മാഇന് അവലംബമായിട്ടുള്ള ഹദീസാണ്, അതുകൊണ്ട് ഇത് ലഈഫ് ആവുകയില്ല, ലഈഫ് അല്ലതാണ്. മാത്രമല്ല ഷെയ്ഖ് അൽബാനി സമാനമായിട്ട് അർത്ഥം വരുന്ന മറ്റൊരു ഹദീസിനെ ഇമാം അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം അൽബാനി ഇത്തരം കാര്യത്തെ തള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഹദീസ് ലഈഫാണെന്നാണ് ഇമാം അൽബാനിയുടെ ഹുക്ം വന്നിട്ടുള്ളത്. ഈ മേൽപ്പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ലജ്നത്ത് ദായിമയുടെ ഫത്വ സമാഹാരത്തിൽ ഒന്നാമത്തെ ഫത്വ സമാഹാരത്തിൽ 2ാം വാള്യത്തിൽ 435 പേജിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു. ദെൻ പാസ്ഡ് ഹിസ് റൈറ്റ് ഹാൻഡ് ഓവർ ഹിസ് ആദമിന്റെ പിൻഭാഗത്തൂടെ ഇങ്ങനെ പാസ് ചെയ്തു ആൻഡ് ബ്രോട്ട് ഫോർത്ത്, എന്നിട്ട് ആദം സന്തതികളെ കൊണ്ടുവന്നു, ഞാൻ ഇവർ സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിച്ചാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ലജ്നത്ത് ദായിമ വിശദീകരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് എന്താണ്? അക്കോർഡിംഗ്ലി, അത് പ്രകാരം ഇബ്ൻ അബ്ദുൽ ബർ, ഒരു പണ്ഡിതനാണ്, അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതനാണ് ഇബ്ൻ അബ്ദുൽ ബർ, ഈ ഹദീസിനെ സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വ്യത്യസ്ത നരേഷനോടുകൂടി വന്നിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. അതുപോലെ അബ്ദുല്ലാഹി ബിൻ മസൂദിൽ നിന്ന് വന്നിട്ടുണ്ട്, അലി ബിൻ അബി താലിബിൽ നിന്ന് വന്നിട്ടുണ്ട്, അബൂ ഹുറൈറയിൽ നിന്ന് വന്നിട്ടുണ്ട്, ആൻഡ് മെനി അതേഴ്സ്, മറ്റു പലരിൽ നിന്ന് വന്നിട്ടുണ്ട്. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ഹാവ് യുനാനിമസ്ലി അഗ്രീഡ് അപ്പോൺ ദിസ് ഒപ്പീനിയൻ. ഈ അഭിപ്രായത്തിൽ അഹ്ലു സുന്നത്ത് ജമാഅത്ത് അവരുടെ ഏകാഭിപ്രായം ഇജ്മാ ഉണ്ട് എന്നർത്ഥം. ഏകകണ്ഠേനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഹദീസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. അതേതാണ്? വെൻ അള്ളാഹ് ക്രിയേറ്റഡ് ആദം, അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ഹി വൈപ്ഡ് ആദംസ് ബാക്ക്, ആദമിന്റെ പിൻഭാഗം തടവി, ഓവർ എവരി പേഴ്സൺ ദാറ്റ് ഹി വുഡ് ക്രിയേറ്റ്, യൗമുൽ ഖിയാമത്ത് വരെ സൃഷ്ടിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യന്മാരും ഫെൽ ഔട്ട് ഓഫ് ഹിസ് ഫ്രം ഹിസ് ബാക്ക്,
ആദമിന്റെ പുറത്തു നിന്ന് പുറത്തേക്ക് വന്നു. അള്ളാഹ് പ്ലേസ്ഡ് എ ഗ്ലിമ്മറിംഗ് ലൈറ്റ് ബിറ്റ്വീൻ ദിയർ ഐസ്. അവരുടെ ഓരോരുത്തരുടെ അവരുടെ കണ്ണുകൾക്കിടയിൽ അള്ളാഹു ഒരു ഗ്ലിമ്മറിംഗ് ലൈറ്റ് വിട്ടു. അള്ളാഹ് ഷോവ്ഡ് ദം ടു ആദം. ആദമിന് കാണിച്ചു കൊടുത്തു ഈ ആളുകളെല്ലാം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ആദം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ആരാണ് ഇവരൊക്കെ? അപ്പോൾ ഇതൊക്കെ അല്ല നിന്റെ ദുരിയത്ത്, നിന്റെ സന്താനങ്ങൾപ്പെട്ടതാണ്. അതിൽ ഒരാളുടെ ലൈറ്റ്, ഒരാളുടെ പ്രകാശം ആദമിന് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിനോട് ചോദിച്ചു ആദം നബി, റബ്ബേ ഇത് ആരാണ്? ഈ മനുഷ്യനാണ്. അത് നിന്റെ പിൻകാലക്കാരിൽപ്പെട്ട നിന്റെ തലമുറയിൽപ്പെട്ട ഒരാളാണ്. അവന്റെ പേരാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. ദാവൂദ്. അപ്പൊ ആദം നബി ചോദിച്ചു, അവൻ എത്ര വർഷം ജീവിക്കും? അള്ളാഹു പറഞ്ഞു, അവന് 60 വർഷം, 60 years. അള്ളാഹുവിനോട് ആദം നബി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ 40 വർഷം ഞാൻ അവന് കൊടുക്കുന്നു. അങ്ങനെ ആദം നബി 40 വർഷം ദാവൂദ് നബിയുടെ ജീവിതത്തിലേക്ക് കൊടുത്തു. ആദം നബിയുടെ മരണസമയത്ത് മലക്കുൽ മൗത്ത് വന്നപ്പോൾ ആദം നബി ചോദിച്ച്, എനിക്ക് ഇനിയും 40 വർഷം ബാക്കിയുണ്ട്. അപ്പൊ ഈ കൊടുത്തത് ആദം നബി മറന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, മലക്കുൽ മൗത്ത് വരുമ്പോൾ ചോദിച്ചിട്ടാണോ വരിക, പറഞ്ഞിട്ടാണോ വരിക? യെസ്, ചില പ്രവാചകന്മാരിൽ അങ്ങനെ വന്നിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലമിന്റെ അടുത്ത് മലക്കുൽ മൗത്ത് വന്നപ്പോൾ അടിച്ചു എന്ന് പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ട് നിങ്ങൾ. സഹീഹ് ബുഖാരിയിലാണ്. കളിയാക്കിയ ചില ഒറ്റക്കണ്ണന്മാരുണ്ട് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തില്. രണ്ട് കണ്ണില്ല, ഒറ്റ കണ്ണ്, ഒരു കോങ്കണിൽ ഒരാളുണ്ട്, ഒരു കോങ്കണിലൊരു പണ്ഡിതുണ്ട്. അയാള് കളിയാക്കാണ്. ഈ മൂസ നബി അടിച്ചു എന്ന് പറയും. സഹീഹ് ബുഖാരിൽ വന്നിട്ടുള്ളതാണ്. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇന്നോളം ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച കാര്യമാണ്. അതുപോലെ പ്രവാചകന്മാരുടെ അടുത്ത് അവരുടെ മലക്കുൽ മൗത്ത് വരുമ്പോൾ അവര് എന്താ പറയാ, അവരോട് പെർമിഷൻ ചോദിക്കുക എന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ട. കാരണം മലക്കുകൾ വന്ന് സംസാരിക്കുക, അത് നേരിട്ടും ഒരു മറക്ക് പിന്നിലും സ്വപ്നത്തിലൂടെയെല്ലാം ഉണ്ടാവുന്ന ആളുകളാണ് അംബിയ മുസ്ലിങ്ങൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആദം നബിയുടെ ഒരു മലക്ക് വന്ന് ചോദിച്ചു പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ആദം നബി അത് മറന്നു കളഞ്ഞിട്ടുണ്ട്. ദാവൂദ് നബിക്ക് ഈ 40 വർഷം ദാവൂദ് നബിക്ക് വേണ്ടി കൊടുത്തത് ആദം നബി അലൈഹി സ്വലം മറന്നു കളഞ്ഞിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാം ആദം നബിയോട് കൂടെ കക്ഷി ചേർന്ന് സംസാരിച്ചു. അപ്പോൾ എന്തായി? അപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെ ആദം ഫോർഗോട്ട്. ഈ ഹദീസിന്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സഹിഹ് വന്നിട്ടുള്ള ഹദീസ്. ആദം ഫോർഗോട്ട്, ആദം മറന്നു, ആൻഡ് ഹിസ് ഓഫ്സ്പ്രിംഗ് ഫോർഗോട്ട്. ആദമിന്റെ സന്താനവും മറന്നു. Adam made a mistake and his offspring made a mistake. ആദം ആദമിന് ഒരു തെറ്റുപറ്റി, അദ്ദേഹത്തിന്റെ സന്താനത്തിനും ഒരു തെറ്റുപറ്റി. തിർമീദിൽ വന്നിട്ടുള്ളതാണ്, സഹിയായിട്ട് വന്നിട്ടുള്ള ഹദീസാണ്. ഇത് ഒരുപാട് ഇതിലൂടെ വന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി പോലും ഈ ഹദീസിനെ സഹിയാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിലെ നമുക്ക് ഇതിന്റെ ബാക്കി സംസാരിക്കാം. ചെറിയ ക്ലിപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് നമ്പർ 2 നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ കൂടെ സംസാരിക്കുന്നത്.